അഖിൽ മാരാർ, റിയാസ് സലീം, രഞ്ജിനി ഹരിദാസ് എന്തിനാണ് ഇവരെ മൂന്നുപേരും ബിഗ് ബോസ് അഗ്നി പരീക്ഷ ജഡ്ജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്? ഇതൊക്കെ ചോദിച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വീഡിയോയുടെ കൃത്യം 24 മണിക്കൂർ തികയുന്നതിന് മുൻപേ തന്നെ എനിക്ക് അതിനുള്ള ഉത്തരങ്ങളെല്ലാം കിട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡ് 1 and 2 നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എപ്പിസോഡ് 1 and 2 എന്താ നടന്നത്. ഗെയിമുകൾ ജയിച്ചവർക്ക് അവരൊരു ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്തു. അങ്ങനെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ചാൻസ് കൊടുത്തു. ഗെയിമുകൾ തോറ്റവർക്ക് അവർ റെഡ് ബാൻഡ് കൊടുത്ത ശേഷം ഡേഞ്ചർ സോണിൽ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ എപ്പോൾ വേണം വീട്ടിലോട്ട് പോകും. അപ്പൊ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ വിചാരിച്ചു അപ്പൊ ഇതാണ് കളി എന്ന് പറയുന്നത്. ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകും, എന്നാൽ ആ റെഡ് ബാൻഡ് കിട്ടി ഡേഞ്ചർ സോണിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എപ്പോൾ വേണം വീട്ടിലോട്ട് പോകാം. ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നതിന്റെ ഇടയിലാണ് എപ്പിസോഡ് 3 റിലീസ് ആവുന്നത്. എപ്പിസോഡ് 3, എപ്പിസോഡ് 4, എപ്പിസോഡ് 5, എപ്പിസോഡ് 6 ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പരിപാടി എന്നുള്ളത്. എപ്പിസോഡ് 3യിലാണ് നമ്മളെല്ലാവരും ഞെട്ടി ആ സംഭവം നടക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡ് 3യിൽ എവിക്റ്റായി പോയത് ഡേഞ്ചർ സോണിലിരുന്ന ആൾക്കാർ മാത്രമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡ് 3ക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞു കുറെ ആൾക്കാർക്ക് ഒരു പെൻഡന്റ് കിട്ടി. അപ്പൊ അവർക്ക് ജയിച്ചതുകൊണ്ടാണ് ഈ പെൻഡന്റ് കിട്ടിയത്. തോറ്റതുകൊണ്ട് അവർക്ക് ബാക്കിയുള്ളവർക്ക് ഈ റെഡ് ബാൻഡ് കൊടുത്ത ശേഷം ഡേഞ്ചർ സോണിൽ പോകേണ്ടി വന്നു. ഇതിന്റെ ഇടയിൽ നിന്ന ഒരാൾക്കാരുണ്ട്, അവരൊരു സേഫ് ഗ്രൂപ്പാണ്. അതായത് അവർ ഗെയിമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു, പക്ഷെ ഭയങ്കര ബെസ്റ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് അവർക്ക് പെൻഡന്റ് കിട്ടിയില്ല. പക്ഷെ ഭയങ്കര വേസ്റ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് അവർ ഡേഞ്ചർ സോണിലും പോയില്ല. അപ്പൊ തീർച്ചയായിട്ടും അവരൊരു സേഫ് സോണിലാണല്ലോ. അപ്പൊ അവരെന്താണ് വിചാരിച്ചെന്ന് വെച്ചാൽ ഓക്കെ ഞാൻ സേഫ് സോണിലാണ്, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആദ്യത്തെ എവിക്ഷനിൽ പുറത്തായത് ഡേഞ്ചർ സോണിൽ ഇരുന്ന ആൾക്കാരല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചർ സോണിൽ ഏകദേശം 10 പേര് അടുപ്പിച്ച് എങ്ങോട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ആകെ 2 പേര് ആദ്യത്തെ എവിക്ഷനിൽ ഔട്ടായിട്ടുള്ളൂ. ബാക്കി ഔട്ടായവരെല്ലാവരും തന്നെ ഈ പറയുന്ന സേഫ് സോണിലിരുന്നു. അതായത് ഡേഞ്ചർ സോണിൽ വരാണ്ട് ഗെയിമിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു, എന്നാൽ ബെസ്റ്റ് പെർഫോമർ അല്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആൾക്കാരാണ് പുറത്തായത്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് അവിടെ ഇരുന്ന കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായത്. ഗെയിമുകളിൽ ജയിക്കുക എന്നത് മാത്രമല്ല ടാസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗെയിമുകളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ടാസ്ക് എന്ന് പറയുന്നത്. ഗെയിമുകളിൽ എങ്ങനെ നിങ്ങൾ പെർഫോം ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അപ്പൊ ഗെയിം എന്ന് പറയുന്നത് എല്ലാവരും വിചാരിച്ച ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് മുകളിലോട്ട് പോകാം, ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോകാം. ഓഫ് കോഴ്സ് ഗെയിമിലെ ബെസ്റ്റ് പെർഫോമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പക്ഷെ അത് മാത്രമല്ല ഈ പറയുന്ന ഷോയിൽ നിൽക്കാനും ഈ പറയുന്ന ഷോയിൽ നിന്ന് പുറത്താക്കാനുമുള്ള ക്രൈറ്റീരിയ എന്ന് വ്യക്തമായിട്ട് ജഡ്ജസ് പറഞ്ഞിട്ടുണ്ട്. അവർ കറക്റ്റ് ആയിട്ട് കാണിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോ ഗെയിമിൽ ജയിച്ചു അല്ലെങ്കിൽ ഗെയിമിൽ ജയിക്കുന്നവരെ മാത്രമാണ് നമ്മൾ അങ്ങോട്ട് വിടുന്നത് എന്നുള്ളതൊന്നും അല്ല അവർ പറയുന്നത്. ആക്ച്വലി അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഗെയിം എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. നിങ്ങളെ അസസ് ചെയ്യാൻ, നിങ്ങളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. ഈ ഗെയിമിൽ നിങ്ങളുടെ പെർഫോമൻസ്, ഈ ഗെയിമിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇതൊക്കെ വ്യക്തമായിട്ട് നോക്കിയ ശേഷമാണ് ആര് പുറത്തോട്ട് പോകണം ആരകത്തോട്ട് പോകണം എന്നൊക്കെ ഇവർ തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഗെയിമുകളിൽ ജയിച്ചുകൊണ്ടിരുന്നാൽ പോലെ അപ്പൊ അവർക്ക് എങ്ങനെയായാലും ഫ്രണ്ടിലോട്ട് പോകുമല്ലോ. കാരണം ഗെയിമുകളിൽ ജയിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടും, അതുവഴി എന്തായാലും അവർ എവിക്ഷനിലല്ല അവർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഗെയിമുകളിൽ ജയിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസോഡ് 3, 4 ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ ഇൻഡിവിജ്വൽസ്, അതായത് ഓരോ ഇൻഡിവിജ്വലിനും ജയിച്ച് മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരു ഇൻഡിവിജ്വലിന് തന്നെ 1ാം സമ്മാനം നേടാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ പല ഗെയിംസിലും 1ാം സമ്മാനം കിട്ടിയ ആൾക്കല്ല അവർ ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്തത്. കാരണം അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ ഫെയർ പ്ലേ എന്ന് പറഞ്ഞ സാധനം നോക്കുകയും ഒരു ഗെയിമിൽ വ്യക്തമായിട്ട് തന്നെ 1ാം സ്ഥാനത്ത് വന്ന ഒരു പെൺകുട്ടിയായിരുന്നു, പക്ഷെ 2ാം സ്ഥാനത്ത് വന്നത് ഒരു പയ്യനായിരുന്നു. പക്ഷെ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ആ പെൺകുട്ടി ആക്ച്വലി ഫെയർ ആയിട്ടല്ല ഗെയിം കളിച്ചത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ പെൺകുട്ടി ഡിസർവിംഗ് അല്ല എന്നുള്ള ഒരു ജഡ്ജ്മെന്റിലോട്ട് അവർ എത്തുകയും ആ പയ്യന് ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കുകയും ചെയ്യും. ആൻഡ് അത് വളരെ നല്ലൊരു ജഡ്ജ്മെന്റ് ആയിരുന്നു, കാരണം ആ പെൺകുട്ടി ഒട്ടും ഫെയർ ആയിട്ടുള്ള ഗെയിം കളിച്ചു. സോ ഇതുപോലെ തന്നെ അവരുടെ ഇഷ്ടത്തിന് അവർ ഈ പറയുന്ന മാതിരി ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ആർക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കണം എന്നുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും ജഡ്ജസിന്റെ കയ്യിലാണ്. എന്നാൽ എപ്പിസോഡ് 4 and 5 വന്നപ്പോഴേക്കും ഈ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ 4, 5 ഒരു ഗ്രൂപ്പ് ഗെയിം ആയിരുന്നു. ഗ്രൂപ്പ് ഗെയിം വന്നപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾക്ക് ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഗെയിമിൽ ജയിക്കാൻ പറ്റത്തില്ല, ഒരു ഗ്രൂപ്പിന് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ 4 and 5 അവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ജയിച്ച ഗ്രൂപ്പിൽ നിന്നുള്ള ബെസ്റ്റ് പെർഫോമറെയും വേഴ്സ്റ്റ് പെർഫോമൻസിനെയും അവർ തിരഞ്ഞെടുത്തു. അപ്പം ജയിച്ച ഗ്രൂപ്പിലുള്ള ബെസ്റ്റ് പെർഫോമറിന് അവർ ഈ പറയുന്ന മാതിരി പെൻഡന്റ് കൊടുത്ത് ആൻഡ് വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തവർക്ക് അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ നേരെ ഡേഞ്ചർ സോണിലോട്ട് ഇടുകയും പിന്നെ അവിടെ നിന്നായിരുന്നു അവരുടെ എവിക്ഷനുള്ള ആൾക്കാർ അവിടെ പിക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഓക്കെ അപ്പം ജയിക്കുന്ന ടീമിൽ വന്നാൽ മതിയല്ലോ, അപ്പൊ ജയിക്കുന്ന ടീമിൽ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പിക്ക് ചെയ്യും അല്ലെങ്കിൽ ജഡ്ജസ് പിക്ക് ചെയ്യും, അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും മുന്നോട്ട് പോകും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും തെറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ എപ്പിസോഡിൽ വളരെ കോമഡി ആയിട്ടാണ് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ നിരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഇത് വളരെ വ്യത്യസ്തമായിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഒരിക്കലും ഈ പറയുന്ന കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടസ്റ്റൻസിന് ഒരിക്കലും ഒരു പാറ്റേൺ അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ എന്താ നടന്നത് അറിയാവോ? ഈ പറയുന്ന മാതിരി 2 ടീം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു മത്സരം. അപ്പം സ്വാഭാവികമായിട്ട് ഒരു ടീം ജയിക്കും, ഒരു ടീം തോൽക്കുകയും ചെയ്തു. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ആക്ച്വലി തോറ്റ ടീമിൽ ഒരാൾക്ക് അവർ ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കുകയും ജയിച്ച ടീമിൽ പലരെ അവർ ഡേഞ്ചർ സോണിലോട്ട് വിടുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നുണ്ട് ഇതിൽ നിന്ന്? ഇപ്പൊ കണ്ടസ്റ്റൻസ് എന്താ വിചാരിച്ചാൽ ഓക്കെ നമ്മൾ എങ്ങനെയെങ്കിലും കളിച്ച് ഗെയിം ജയിച്ചാൽ മതി. പക്ഷെ അങ്ങനെയല്ല, അവർ ഭയങ്കരമായിട്ടും ജഡ്ജസ് ഭയങ്കരമായിട്ട് ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്. ഒരിപ്പം ജയിച്ച ടീമാണെങ്കിൽ പോലും അതിൽ ആരൊക്കെ വ്യക്തമായിട്ട് കളിച്ചു, ആരൊക്കെ നന്നായിട്ട് കളിച്ചിട്ട് ആരുടെയൊക്കെ ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു പൂറായിട്ടുള്ള, അല്ലെങ്കിൽ ആരാണ് നല്ല രീതിയിലുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുത്തും. അപ്പൊ ഇതൊക്കെ ജഡ്ജ് ചെയ്ത ശേഷം തോറ്റ ടീമിലുള്ളവർക്ക് പോലും ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുക്കുകയാണ്. അപ്പം വ്യക്തമായിട്ട് മനസ്സിലാക്കി അവിടെ ഒരു ഗെയിം അല്ലെങ്കിൽ ഗെയിം ജയിച്ചു അല്ലെങ്കിൽ
ഗെയിമിന്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഗെയിമിൽ തോറ്റു എന്നുള്ള രീതിയിൽ ഒന്നും അല്ല അവർ പുറത്തുവിടാൻ പോകുന്നത്. കൃത്യമായിട്ടുള്ള പേഴ്സണാലിറ്റി അസസ്മെന്റ് നിങ്ങൾ എങ്ങനെ എന്തുമാത്രം ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആണ്, എങ്ങനെയാണ് നിങ്ങൾ ആ പറയുന്ന ടാസ്കിനോട് റിയാക്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോ ഒരു തോറ്റ ടീമിലാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ എന്തുമാത്രം നല്ല രീതിയിൽ നിങ്ങൾ എന്തുമാത്രം ഇൻവോൾവ് ആണ്, നിങ്ങൾക്ക് എന്തുമാത്രം ആത്മാർത്ഥതയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കിയിട്ട് തന്നെയാണ് ഈ പറയുന്നത് മാതിരി ഇവരുടെ ജഡ്ജ്മെന്റും കാര്യങ്ങളും ഇവർ കൊടുക്കുന്നത്. ഈ ഷോ തുടങ്ങിയ മുതലേ ഉള്ള എന്റെ ഡൗട്ടായിരുന്നു ഈ അഖിൽ മാരാരെയും റിയാസ് സലീമിനെയും ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നതിന്റെ ലോജിക്ക് എന്താണെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് പെർസ്പെക്ടീവ് ഓഫ് തിങ്കിങ് ഉള്ള ആൾക്കാരാണ്. കാരണം രണ്ടുപേരും ചിന്തിക്കുന്ന രണ്ട് രീതിയിലാണ്. അവരുടെ ഈ തീരുമാനങ്ങളും അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളാണ് ഉണ്ടായത്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരും പോലെ ഞാനും വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇവർ വന്നിരിക്കുന്നതായിരിക്കും ഈ പറയുന്ന ഷോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന മാതിരി ഡിസിഷൻ മേക്കിങ്ങിലും കാര്യങ്ങളിലൊക്കെ ഇവർ തമ്മിലുള്ള അടിയായിരിക്കും ഇവർ ആദ്യം കാണിക്കാൻ പോകുന്നത്. ആൻഡ് അങ്ങനെ ഒരു സംഭവം വരുമ്പോഴേക്കും നല്ല രീതിയിലുള്ള റേറ്റിംഗും നല്ല രീതിയിൽ ആൾക്കാർ ശ്രദ്ധിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ എന്റെ പ്രതീക്ഷകളും കണക്കൂട്ടുകളും ഒക്കെ തെറ്റി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജഡ്ജസ് വളരെ മെച്യൂർ ആയിട്ടും ജഡ്ജസ് വളരെ നല്ല രീതിയിലാണ് ജഡ്ജ് ചെയ്യുന്നത്. കാരണം ഈവൻ ഈ പറയുന്ന മാതിരി ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ടുപേരുടെയും പെർസ്പെക്ടീവ്സും വ്യൂസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇന്ന് വരെ അവർ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് അടിക്കുന്നുണ്ടെന്നല്ലാണ്ട് ഇന്ന് വരെ ഒരു രീതിയിൽ പോലും ഒരു ഫൈറ്റിനും ഒരു കാര്യത്തിനും അവർ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം അത്രയും നല്ല രീതിയിൽ വളരെ മെച്യൂർ ആയിട്ടാണ് ഈ പറയുന്ന എല്ലാ ജഡ്ജസ് അവിടെ ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ഈ പറയുന്ന തമ്മിലുള്ള ഇന്ററാക്ഷന്റെ കാര്യത്തിലാണ്, അല്ലാണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ഇന്ററാക്ഷന്റെ കാര്യത്തിലുള്ള അത് ഞാൻ പിന്നെ വരാം. അപ്പം ഇവർ തമ്മിൽ ഒരു പ്രശ്നങ്ങളും അവർ തമ്മിൽ ഈവൻ പ്രശ്നങ്ങളും വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരിക്കലും അവർ പുറത്ത് കാണിച്ചില്ല. വളരെ മെച്യൂർ ആയിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഷോ ഡയറക്ടേഴ്സിന്റെ കൃത്യമായിട്ടുള്ള ഡയറക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റത് എവിടെയാണെന്ന് അറിയാവോ? ഈ കണ്ടസ്റ്റൻസിന്റെ തമ്മിൽ തല്ല് കാണുമ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന മാതിരി ഈ 40 കണ്ടസ്റ്റൻസും ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് ആർക്കും തമ്മിൽ അറിയത്തില്ല, മിക്കവാറും ആർക്കും തന്നെ തമ്മിൽ അറിയത്തില്ല. അപ്പൊ ഇവരവിടെ ജസ്റ്റ് വന്ന് അപ്പൊ കാണുന്നതുള്ളൂ. അപ്പം അത് മാത്രമല്ല ഈ പറയുന്ന ഷോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗെയിം ഷോ മാത്രമാണ്. ഈ പറയുന്ന ഷോ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഷോയിൽ ഇപ്പം ഭയങ്കര ഒരു സംഭവം ആയ ശേഷം ആൾക്കാർ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വോട്ട് ചെയ്തല്ല ഇവരാരെയും മുന്നോട്ട് വിടുന്നത്. ഇവിടുത്തെ ഗെയിമിൽ അവർ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇവരുടെ പേഴ്സണാലിറ്റി ഇവർ എങ്ങനെ കാണിക്കുന്നു എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ജഡ്ജസ് ഇവരെ മുന്നോട്ട് വിടുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ എന്താ നടന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ ഈവൻ ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ ചെറിയ രീതിയിലുള്ള അടിയൊക്കെ പൊട്ടി 3-4 ദിവസമൊക്കെ ആയപ്പോഴേക്കും നല്ല രീതിയിലുള്ള അടിയായി. പരസ്പരം അവരുടെ സ്വന്തം ഗ്രൂപ്പ് ക്യാപ്റ്റൻസിനെ ബ്ലെയിം ചെയ്യുന്നു. മേ ബി കാരണം ഉണ്ടാവും, കാരണമില്ലാതിരിക്കും. ഒരു പെൺകുട്ടി പുറത്തായപ്പോഴേക്കും അത് തന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കാരണമാണ് പുറത്തായതെന്ന് തന്നെ പറഞ്ഞു പോകുന്നു. ആൻഡ് ഈ പറയുന്ന മാതിരി പലരും എടുക്കുന്ന ഡിസിഷൻ, ചില ക്യാപ്റ്റൻസ് എടുക്കുന്ന ഡിസിഷൻസിൽ ചിലർക്ക് ഒട്ടും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളും കുറെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ ഇവർ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സോ അതൊരു സത്യമാണ് ആക്ച്വലി. അത് മാത്രമല്ല പൂജ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആൻഡ് ഈ പറഞ്ഞ മാതിരി തന്നെ ആ പെൺകുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴക്കിന്റെ സെൻസ് ഈ പറയുന്ന മാതിരി ബിഗ് ബോസ് ഹൗസിലോട്ട് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല വോയിസും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ആ പെൺകുട്ടിയുടെ അഭിപ്രായം നല്ല രീതിയിൽ തന്നെ ആ പെൺകുട്ടി മുന്നോട്ട് പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര ബോൾഡായിട്ട് തന്നെ സ്വന്തം അഭിപ്രായം എന്താണെങ്കിലും അത് മുഖത്തടിച്ചതുപോലെ അങ്ങ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇൻ ദ എൻഡ് ആ പെൺകുട്ടിയും പുറത്തായി. ആൻഡ് ആ പെൺകുട്ടി പുറത്തായതിന് രഞ്ജിനി ഹരിദാസ് പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഷി വാസ് നൈസ്, ഷി വാസ് ഗുഡ്. പറയുന്ന പെൺകുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വോയിസും കാര്യങ്ങളുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അഗ്രഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് ഇവര് പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ പറയുന്ന മാതിരി സീസൺ 1 നമ്മുടെ രഞ്ജിനി ഹരിദാസ് ആയിക്കോട്ടെ, നമ്മുടെ റിയാസ് സലീം ആയിക്കോട്ടെ, അഖിൽ മാരാർ ആയിക്കോട്ടെ, ബിഗ് ബോസിലെ ഏതൊരു കണ്ടസ്റ്റന്റിനെ വേണം നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ഏത് കണ്ടസ്റ്റന്റ് ആണ് അവിടെ അഗ്രഷൻ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അഗ്രഷൻ കൺട്രോൾ ചെയ്ത് പുറത്തോട്ട് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന മാതിരി അഗ്രഷൻ ഭയങ്കരമായിട്ട് ഓവറായിട്ട് പോയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ റോക്കി, ഇവരൊക്കെ അത്യാവശ്യം അഗ്രഷൻ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയി. ജാസ്മിൻ എന്നിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുകയും ഈ പറയുന്ന സാധനങ്ങൾ പൊട്ടിക്കുകയും അങ്ങനെ ഹൗസിൽ നിന്ന് പുറത്തായ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ രഞ്ജിനി ഹരിദാസിന്റെ സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പേളിമാനായിട്ടുള്ള അടിയിലൊക്കെ നല്ല അഗ്രസീവായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന മാതിരി കൈ വെച്ചില്ല എന്നുള്ളൂ, ബട്ട് ഭയങ്കര അഗ്രസീവായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് എല്ലാവരും. ബിഗ് ബോസിനകത്ത് കൺട്രോൾഡ് അഗ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. നമ്മുടെ ഈ പറയുന്ന മാതിരി ഇമോഷൻ പോകുമ്പോൾ നമ്മൾ കൈ പൊക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ ദേഹത്ത് കൈവയ്ക്കാൻ പാടില്ല എന്നൊരു കാര്യം മാത്രമല്ല. പക്ഷെ അഗ്രഷനിൽ ഈ പറയുന്ന ഒരു സംസാരം വഴി അഗ്രഷൻ പുറത്ത് കാണിക്കുന്നതിൽ യാതൊരു കൺട്രോൾ ഇല്ല. അത് വ്യക്തമായിട്ട് അറിയുന്ന ആൾക്കാരാണ് ഈ പറയുന്ന 3 ജഡ്ജസും. ബട്ട് സ്റ്റിൽ പൂജ അവർ പുറത്താക്കി. ഞാൻ പറഞ്ഞ റീസൺ അഗ്രഷൻ ഈസ് ഗുഡ്, പക്ഷെ അത് കൺട്രോൾ ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് പുറത്താക്കി. ആൻഡ് ആ ഒരു ഡിസിഷനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല. കാരണം ഈ പറയുന്ന 3 ജഡ്ജസിനും ആ ഒരു സംഭവത്തോട്ട് അത് പറയാനുള്ള യാതൊരു അർഹതയില്ല. കാരണം ഇവരാരും തന്നെ ഇവരുടെ അഗ്രഷൻ കൺട്രോൾ ചെയ്തല്ല ബിഗ് ബോസിൽ നിന്നിട്ടുള്ള. നമ്മളാണെങ്കിൽ പോലും ഒരു വീട്ടിൽ പോയി നിന്നിട്ട് നമ്മുടെ ഒരു പോയിന്റ് ചെയ്യുന്ന ആരുടെ അഗ്രഷൻ ആണെങ്കിലും അത് പുറത്തോട്ട് പോകും. സോ ആ ഒരു ഡിസിഷനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല.
ആൻഡ് ജഡ്ജസ് പറയുന്ന അടുത്തൊരു കാര്യമാണ്, ഒന്ന് രണ്ടുപേര് പുറത്തായപ്പോഴേക്കും പറയും നിങ്ങൾ 2-3 ദിവസമായിട്ട് നിങ്ങൾ ഒട്ടും വിസിബിൾ ആയിരുന്നില്ല, ഞങ്ങൾക്ക് നിങ്ങൾ ഒട്ടും കാണാൻ പറ്റില്ല, നിങ്ങളുടെ ഒന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല. ആ ഒരു രീതിയിൽ കുറെ ജഡ്ജസ് 1-2 കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എവിക്ഷൻ ആവാനുള്ള റീസൺ ആണ് ഇവർ പറയുന്നത്. അതായത് ഈ പറയുന്ന അഗ്നിപരീക്ഷയിൽ നിങ്ങൾ 2-3 ദിവസമായിട്ട് ഇവിടെ വന്നിട്ട് പോലും നിങ്ങളുടേതായിട്ടുള്ള ഐഡന്റിറ്റി വിസിബിൾ ആവുന്ന രീതിയിൽ നിങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളെ എവിക്റ്റ് ആക്കുന്നത് എന്നുള്ള രീതിയിലും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന മാതിരി ഇവിടെയുള്ള ജസ്റ്റ് ഗെയിംസും ടാസ്കും മാത്രമാണ്. ഈ പറയുന്ന മാതിരി 24 മണിക്കൂറും ഇവരാരും മോണിറ്റർ ചെയ്യുന്നില്ല. ഇവർ വരുന്ന ഗെയിം കളിക്കുന്ന സമയത്ത് മാത്രമാണ് ഇവരുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടർ ഒക്കെ അവർക്ക് വിസിബിൾ ആക്കി അല്ലെങ്കിൽ അവർക്ക് ജഡ്ജസിന് അടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. ഈ സമയത്ത് ചെയ്യുന്ന ആൾക്കാർ കുറെ പേരുണ്ട്. ചിലരറിയാം, ചിലരുടെ പ്രസൻസ് കൊണ്ട് തന്നെ അവരുടെ ഈ പറയുന്ന പേഴ്സണാലിറ്റി അവരോട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. ചിലർക്ക് അവർ സംസാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ, ചിലർക്ക് കുറച്ച് ടൈം എടുത്തേ പറ്റുള്ളൂ. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ, ഞാൻ പറഞ്ഞു 3-ാമത്തെ ദിവസം മുതൽ തന്നെ അവർ എവിക്ഷൻ തുടങ്ങി. 3-ാമത്തെ ദിവസം ഒരൊറ്റ ഗെയിം കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ഗെയിം കൊണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ 2 ഗെയിം, അത് കഴിഞ്ഞ ശേഷം 3-ാമത്തെ ഒരു ഗെയിം, ഈ 3 ഗെയിം കൊണ്ട് തന്നെ ആൾക്കാരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കുറച്ച് ആൾക്കാർ അവർ പുറത്താക്കി. ആൻഡ് ഈ പറഞ്ഞ അത് 3 ദിവസം മാത്രമല്ല, 4-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം, 6-ാമത്തെ ദിവസം പോലും ആൾക്കാരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കി. പക്ഷെ അതിനകത്തൊന്നുമില്ല, അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ സീസണിൽ നിങ്ങൾ ഗിസയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഉൾപ്പെടെ എല്ലാവരും വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിസയിലായിരിക്കും ഇവിടുന്ന് ഏറ്റവും ആദ്യം ഔട്ടായി പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിസയിൽ വന്ന ശേഷം ആരുമായിട്ട് അധികം സംസാരിക്കുന്നില്ല. ആദ്യത്തെ ഒരാഴ്ച പുള്ളിക്കാരി ലിറ്ററലി ആരുടെ പുള്ളിക്കാരി സംസാരിക്കുന്നില്ല. പുള്ളിക്കാരി അവിടെ വന്നിരുന്ന ശേഷം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരി ഒരിക്കലും ഈ പറയുന്ന ഹൗസ് മെമ്പേഴ്സായിട്ട് ഒരിക്കലും ഒന്ന് സിങ്ക് ആവാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കണ്ടു ഗിസയിൽ എന്ന് പറയുന്നത് മലയാളികളുടെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറി. സോ ആൾക്കാർക്ക് സമയം ആവശ്യമാണ്. അപ്പം ഈ പറയുന്ന മാതിരി അവരുടെ പേഴ്സണാലിറ്റി കാണിക്കാനാണെങ്കിലും അവരുടെ ക്യാരക്ടർ കാണിക്കാനാണെങ്കിലും എന്താണെങ്കിലും അത് വിസിബിൾ ആവാൻ, അത് പുറത്ത് വരാൻ സമയം ആവശ്യമാണ്. ആ സമയം കൊടുത്താൽ മാത്രമേ അവരെന്താണ് എന്നുള്ളത് ജഡ്ജസിന് മുന്നിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇത് ഒരിക്കലും ഈ പറയുന്ന ഒരു സംഭവം, ഈ പറയുന്ന ഒരു ഷോ ഈ ഒരു കാര്യം ഒരു രീതിയിലും തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഈ പറയുന്ന മാതിരി കുറെ ആൾക്കാർ ഓക്കെ, അവർ ഭയങ്കര ബ്രില്യന്റ് ആയിരിക്കും അല്ലെങ്കിൽ അവർ നല്ല കഴിവുള്ളവരായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവരുടെ, അല്ലെങ്കിൽ അത് മാത്രം കഴിവ് മാത്രമല്ല, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓപ്പർച്യൂണിറ്റി. അവരുടെ ക്യാരക്ടർ പുറത്ത് കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് അവിടെ കിട്ടി. അവരുടെ ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളും അവർക്ക് ഈ ടാസ്കിന്റെ ഇടയിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ടാണ് അവർ കാണിച്ചത്. പക്ഷെ ചിലർക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല, ചിലർക്ക് കിട്ടിയാലും അവർക്ക് മേ ബി ഒരു സ്റ്റാർട്ടിംഗ് ട്രബിളും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഡയറക്റ്റ്ലി ഈ പറയുന്ന മാതിരി വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാകാത്ത ക്യാരക്ടേഴ്സിനെ അവർ പുറത്താക്കി മനസ്സിലാവാത്തത് കൊണ്ട് പുറത്താക്കി എന്ന് പറയുന്നത്. ആൻഡ് അതിനോടും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ജഡ്ജസിന്റെ കുറെ ജഡ്ജ്മെന്റ്സ് അല്ലെങ്കിൽ കുറെ ഡിസിഷൻസ് അവര്, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ ഈ പറഞ്ഞ മാതിരി ഗ്രൂപ്പിൽ ജയിച്ചവർക്കും തോറ്റവർക്കും അവർ ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ഡിസിഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഡിസിഷൻ മേക്കിങ്ങും വളരെയധികം, അതായത് അവര് ജസ്റ്റ് ഒരു ടാസ്കിന്റെ ബേസിസിൽ മാത്രം അല്ലെങ്കിൽ ടാസ്കിൽ ജയിക്കുന്നതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കാണിക്കുന്നതും, അങ്ങനെ കുറെ ആൾക്കാരുടെ പേഴ്സണാലിറ്റി ഒക്കെ അവർ അടിപൊളിയായിട്ട് അസസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ജഡ്ജസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ പോലും പല തീരുമാനങ്ങളും പല ജഡ്ജ്മെന്റും എന്തുകൊണ്ട് എങ്ങനെ ഇവർ ഈ ജഡ്ജ്മെന്റിൽ എത്തി എന്നുള്ള ചോദ്യചിഹ്നം കൂടെ അവരവിടെ കൊണ്ടുവരുന്നുണ്ട്. സോ അത് ഞാൻ നേരത്തെ ഈ പറഞ്ഞ മാതിരി എക്സാമ്പിൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് പൂജയുടെ എവിക്ഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന മാതിരി അഗ്രഷൻ എന്ന് പറയുന്നത് ഓക്കെ, അഗ്രഷനായിട്ട് പുള്ളിക്കാരി അവിടെ ആരെടുത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അങ്ങനെയൊന്നല്ല, പുള്ളിക്കാരി പറഞ്ഞ മാതിരി കയറി സംസാരിക്കുന്നത്. അതും ഈ പറഞ്ഞ മാതിരി അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കാണാൻ പറ്റില്ല, നിങ്ങൾ ഒട്ടും വിസിബിൾ ആയില്ല. അവര് പൂജ ശ്രമിച്ചത് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പൂജയുടെ ആ ഒരു സൈഡ് മാത്രം, അതായത് പൂജയുടെ അഗ്രഷൻ മാത്രമേ അവർ കണ്ടുള്ളൂ എന്നുള്ളൊരു പേരിലാണ് പുറത്തേക്ക്. അപ്പം ഓഫ് കോഴ്സ് ഈ പറയുന്ന മാതിരി വിസിബിൾ ആവാൻ ശ്രമിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി അതിനകത്ത് ഏറ്റവും അഗ്രഷൻ എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു വഴി കൂടിയാണ്. അപ്പം അഗ്രഷൻ മാത്രമല്ല വേറെയും വഴികളുണ്ട്. ഇപ്പോൾ സോ പൂജയുടെ സ്ട്രാറ്റജി അതായിരുന്നു. പക്ഷെ അത് അവർ ഐഡന്റിഫൈ ചെയ്തില്ല. അത് അവർ വിചാരിച്ചത് ഓവറായിട്ട് അഗ്രസീവായി. പക്ഷെ ഈ പറയുന്ന എല്ലാവരും, ആ 3 പേരും അത്യാവശ്യം ഓവറായിട്ട് അഗ്രഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. ബട്ട് സ്റ്റിൽ അതുപോലെ തന്നെ വേറെ 1-2 ആൾക്കാരാണ്. അവരെ എന്താണെന്ന് നമുക്ക് പോലും മനസ്സിലായിട്ടില്ല. കാരണം അത്രയും കുറച്ച് സ്ക്രീൻ ടൈം മാത്രമേ നമ്മൾ അവരെ കണ്ടുള്ളൂ. അത്രയും കുറച്ച് സ്ക്രീൻ ടൈം മാത്രം, അല്ലെങ്കിൽ അത്രയും കുറച്ച് സ്റ്റേജ് ടൈമിൽ മാത്രമേ അവർക്ക് അവിടെ അവരുടെ പെർഫോമൻസും കാര്യങ്ങളും കാഴ്ചവെക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്നിട്ട് അവർ പുറത്തായി. സോ ഇങ്ങനത്തെ കുറച്ച് പുറത്താക്കലുകളോട് എനിക്ക് വലിയ യോജിപ്പില്ല. എന്നാൽ ചില ആൾക്കാർ അവർ വളരെ കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ അവരെ ഈ പറയുന്ന മാതിരി തന്നെ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. സോ അവര് ഈ ഒരു മൊമെന്റത്തിൽ തന്നെ പോവുകയാണെങ്കിൽ അവർക്ക് മേ ബി ഈ പറയുന്ന മാതിരി ഫൈനൽ 3-ലോ ഫൈനൽ 4-ലോ വരാൻ പറ്റും. ആൻഡ് ഈ പറയുന്ന മാതിരി ബിഗ് ബോസ് ഹൗസിലോട്ട് തന്നെ പോകാൻ പറ്റും. സോ അത് നമുക്ക് ഈ പറയുന്ന മാതിരി ഷോ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന മാതിരി ഓരോ ദിവസം 4 പേരെ വെച്ച് ഔട്ടാക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം ഈ ഒരാഴ്ച ആകുമ്പോൾ തന്നെ ഇതങ്ങ് തീരും. അതിന്റെ അടുത്ത ആഴ്ചയോട്ട് ബിഗ് ബോസ് തുടങ്ങുമെന്നാണ് തോന്നുന്നത്.
അപ്പോൾ ഈ പറയുന്ന മാതിരി ഇതിനകത്ത് ആരൊക്കെ പോകണം പോകണ്ടെന്ന് തീരുമാനിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ജഡ്ജസിന്റെ തീരുമാനം തന്നെയാണ്. ഈ പറയുന്ന മാതിരി അവരുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ പേഴ്സണാലിറ്റി അസസ്മെന്റ്, ബാക്കി അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവരെങ്ങനെ ഗെയിമുകൾ എങ്ങനെ കളിക്കുന്നു, അല്ലെങ്കിൽ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അവർ ഫെയർ ആയിട്ട് കളിക്കും, ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവർ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതുവരെയുള്ള ഇതിൽ എനിക്ക് കുറെ നല്ല കാൻഡിഡേറ്റ്സിനെ അവർ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ തന്നെ അവർ ഗെയിം കളിക്കുന്നുണ്ട്. സോ അവരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് കുറച്ച് മോശം ആൾക്കാർ അവർ പുറത്താക്കിയിട്ടുണ്ട്. അത് മോശം ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മാതിരി ബിഗ് ബോസ് ഹൗസ് മെറ്റീരിയൽ അല്ലാത്ത ആൾക്കാരെ അവർ പുറത്താക്കിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴും സ്റ്റിൽ ബിഗ് ബോസ് ഹൗസ് മെറ്റീരിയൽ അല്ലാത്ത കുറച്ച് ആൾക്കാർ, എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്, കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഷോയ്ക്കകത്തുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ ഇത് എങ്ങനെയാണ് നമുക്ക് കാണാം. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇനി അടുത്ത വർഷം തൊട്ട് ഈ ഷോ ഇങ്ങനെയല്ല ആക്ച്വലി നടത്തേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ പറയുന്ന ഒരു ഷോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ 2, 3, 4 ദിവസങ്ങളൊക്കെ നല്ല അടി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ 5-6 ദിവസമായി ഈ അടിയൊക്കെ കുറഞ്ഞു. അപ്പൊ മിക്കവാറും ഷോയുടെ ഡയറക്ടർ വിളിച്ചിട്ട് അവരൊന്ന് ഉപദേശിച്ചിട്ടാണ് ഇങ്ങനെയൊന്നും അടി വെക്കരുത്, കാരണം ഇത് ബിഗ് ബോസ് ഹൗസ് അല്ല എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഉപദേശിച്ചാണ്. എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അടുത്ത വർഷം തൊട്ട് നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു ഷോട്ട് നടത്തുന്നത്, നിങ്ങൾ വ്യക്തമായിട്ട് ഒരു ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഷോ ഭയങ്കര സെറ്റപ്പ് ഒന്നും വേണ്ട, ചെറിയൊരു ഹൗസിന്റെ ഒരു സെറ്റപ്പ് ആക്കിയിട്ട് നിങ്ങൾ ഇവരെല്ലാവരും അതിനകത്ത് വിടുക. എന്നിട്ട് പ്രേക്ഷകരുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജഡ്ജ്മെന്റ് വെച്ച് തന്നെ നിങ്ങൾ ചെയ്തോ, ഓക്കെ. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന മാതിരി ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന സംഭവത്തോട് തന്നെ നിങ്ങൾ ഇവരെ വിടുകയാണെങ്കിൽ നമുക്ക് ഇതിനേക്കാളും നല്ല രീതിയിൽ തന്നെ അവരുടെ കൂട്ടത്തിലും വഴക്കും അടിയൊക്കെ കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മാതിരി തന്നെ അതിനകത്ത് ഈ ഓഫ്കോഴ്സ് തല്ലുന്ന അത്ര നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ അടി വെക്കുമ്പോഴേക്കും നിങ്ങളുടെ ഷോയ്ക്കുള്ള TRP റേറ്റിംഗും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ പറയുന്ന മാതിരി അവർക്ക് എന്താ പറയുക, ഇപ്പം എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മൊത്തമായിട്ടുള്ള ഒരു ഫേസ്, അവർക്ക് ഇപ്പം നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ നല്ല രീതിയിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ജഡ്ജസിനെ പേടിച്ച് പലതും അവർ കൺട്രോൾ ചെയ്താണ് അവർ പല കാര്യങ്ങളും കാണിക്കുന്നത്. സോ അത് റോ ആയിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് തന്നെ ഇടണം. സോ ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ അടുത്ത വർഷം ഈ ഷോ നടക്കുമ്പോഴേക്കും അവരൊരു ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് തന്നെ പോയിക്കോട്ടെ. എന്നിട്ട് ആ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് ശേഷം ഈ പറയുന്ന മാതിരി ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ നോർമൽ ബിഗ് ബോസ് ഹൗസ് അല്ല, ഇതിന് വേണ്ടി ഈ നോർമൽ അല്ലെങ്കിൽ കോമൺ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിഗ് ബോസ് ഹൗസ് ഉണ്ടാക്കിയ ശേഷം അതിനകത്ത് നിന്ന് ഇവർ ഫൈറ്റ് ചെയ്തതിന് അവരുടെ റോ ആയിട്ടുള്ള ഇമോഷൻസ്, അവരുടെ റോ ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ അവർ റോ ആയിട്ട് അവരുടെ ഇൻ ദ കോർ അവർ ആരാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ അത് മാത്രമല്ല ഈ പറഞ്ഞ മാതിരി നല്ല രീതിയിലുള്ള അടിയും വഴക്കൊക്കെ കാണാൻ പറ്റും, നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും. സോ നമുക്ക് ഇതൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ അടുത്ത വർഷം തൊട്ട് ഈ ഷോ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അജിത്ത്.